നമസ്തേ, എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിറകെ ജ്ഞാൻവാപിയിൽ ഹിന്ദുക്കൾക്ക് പൂജാനുമതി ലഭിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഭക്ത ആരാധനയ്ക്കെത്തുന്നു. താജ്മഹലിൽ ഉറൂസ് തടയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭ കോടതിയെ സമീപിക്കുന്നു. കോഴിക്കോട്ട് ഒരു ചടങ്ങിൽ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി അവിടെ കൂടിയവരെ നിർബന്ധപൂർവം ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കുന്നു. പ്രകടമാകുന്ന തീവ്ര ദേശീയത രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിൻ്റെ ചുവടുവയ്പ്പുകളാണെന്ന പ്രചരണം ഭാരതത്തിൽ പൊതുവിലും കേരളത്തിൽ പ്രത്യേകിച്ചും അഴിച്ചുവിടുന്നു. മുസ്ലിം സമൂഹത്തെ ഇളക്കി വിടുന്നതാരാണ്? അതേസമയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാമക്ഷേത്രം വലിയ സംഭവമാണെന്നും യാഥാർത്ഥ്യമാണെന്നും അതിൻ്റെ നിർമ്മാണത്തിൽ നിന്നും രാജ്യത്തിന് പിറകോട്ട് പോകാനാവില്ലെന്നും പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. തയ്യാറാക്കേണ്ടത് ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ബഹുസ്വരതയിൽ സർവമത സമഭാവന എന്ന യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളണമെന്നിരിക്കെ ഭൂരിപക്ഷത്തിൻ്റെ ആരാധനാലയങ്ങളോട് വിവേചനം കാണിക്കുന്നതും സത്യം വിളിച്ചു പറയുന്നവരെ അധിക്ഷേപിക്കുന്നതും എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ.ആർ. മധു, സംവാദകൻ ശ്രീജിത്ത് പണിക്ക, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, മാധ്യമപ്രവർത്തകൻ ഒ. അബ്ദുള്ള, RJD നേതാവ് സലീം മടവൂർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ ഞാൻ ഈ സംവാദം ഡോക്ടർ എൻ.ആർ. മധുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് ഒരു വിഭാഗം, പ്രത്യേകിച്ച് കേരളത്തിൽ. കേരളമാണ് അതിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സാദിഖ് അലി തങ്ങളെ പോലുള്ളവർ അവരുടെ ആശയങ്ങൾ വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. പക്ഷേ മറ്റ് നേതാക്കളും അണികളും പോലും അത് ഉൾക്കൊള്ളുന്നില്ല എന്നത് സങ്കടകരമാണ്. പക്ഷേ ഇത്തരം ആളുകളുടെ സാന്നിധ്യം, അവരുടെ ഇടപെടൽ അത് ശുഭപ്രതീക്ഷ നൽകുന്നില്ലേ? നിശ്ചയമായിട്ടും ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്താവനയാണ് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ അധ്യക്ഷനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ പ്രസ്താവന കുറച്ച് വൈകിപ്പോയി എന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം രാമജന്മഭൂമി പ്രക്ഷോഭം ഈ ഭാരതത്തിലെ ഹിന്ദു സമൂഹം സുദീർഘമായി നടത്തുന്ന സമയത്തൊന്നും അത് ഒത്തുതീർപ്പിലെത്തിക്കാൻ കഴിയുമായിരുന്ന ഒരു കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്നവകാശപ്പെടുന്ന ലീഗ് മുൻകൈ എടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും വൈകിയാണെങ്കിലും ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയോടുള്ള അവരുടെ ആദരവ് കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു നിലപാടിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിലെ മതമൗലികവാദികൾ ഇപ്പോഴും രാമജന്മഭൂമിക്കും അയോധ്യയ്ക്കും ഒക്കെ എതിരെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തെ എല്ലാ കാലത്തും തങ്ങളുടെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുവാൻ വേണ്ടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദേശീയ തലത്തിൽ കോൺഗ്രസും ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക
എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത് സത്യത്തിൽ രാജ്യത്ത് മുസ്ലിം സമൂഹത്തോടുള്ള വിശ്വാസ്യത ദേശീയ ജനവിഭാഗങ്ങൾക്ക് മുഖ്യധാരയ വരുന്ന ഹിന്ദു സമൂഹത്തിന് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശുഭോദർക്കമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വൈകിയാണെങ്കിലും ഈ വിവേകത്തിലേക്ക് വന്നതിന് അതിൻ്റെ അധ്യക്ഷനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഷിയോ അബ്ദുള്ള, കോടതി വിധികൾ പോലും മുഖവിലക്ക് എടുക്കുന്നില്ല. അതേസമയം സാദിഖ് അലി തങ്ങളെ പോലുള്ളവർ വളരെ വിവേകപൂർവം ഇടപെട്ട ചില യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി അവർ വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയവും അധിക്ഷേപാർഹവും ഒരു അസഹ്യവും ഒരു മുസ്ലിം നേതാവിന് അനുയോജ്യമല്ലാത്തതുമായ, തീർത്തും തള്ളിക്കളയേണ്ടതായ ഒരു ബഹുമാനപ്പെട്ട പ്രസ്താവന. ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പാണക്കാട് തങ്ങൾമാരൊക്കെ ബഹുമാനപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ വചനങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ കാണണം, ബഹുമാനപ്പെട്ട വചനങ്ങൾ. സമുദായത്തെ ഇവിടുത്തെ ഈ ഹിന്ദുക്കൾക്കിൽപ്പെട്ട ഒരു ചെറിയ ന്യൂനപക്ഷ തീവ്രവാദ വിഭാഗം, അവരുടെ കയ്യിലാണ് അധികാരം. അവരാണ് RSS. അവർക്ക് ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം, അവശ്യ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ മുമ്പിൽ ഒരു ഫോർമുലയുമില്ല. ആകെ അവർക്കുള്ളത് ഇസ്ലാമിക സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓരോന്നായി എടുത്തിട്ട് 370-ാം വകുപ്പില്ലാതാക്കി, കണ്ടില്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്തിരിക്കുന്നു, മുത്തലാഖ് നിരോധിച്ചു. എന്താ മുത്തലാഖ് എന്ന് മനസ്സിലാക്കുക പോലും ചെയ്തില്ല. ഒരാൾക്ക് വിവാഹമോചനം തീരെ പാടില്ല. അബൂദുൽ ഹലാലിന്തല്ലാഹി ത്വലാഖുന്ന, ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തതായ ഇത് വിവാഹമോചനമാണ്. ഇനി അങ്ങനെ അഥവാ ചെയ്യുകയാണെങ്കിൽ അത് 3 വട്ടം തിരിച്ചെടുക്കാനുള്ളതായ സ്വാതന്ത്ര്യമാണ് മുത്തലാഖ്. അത് മനസ്സിലാക്കാതെ 3 കെട്ടലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പല മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്കറിയാം മുത്തലാഖ് എന്താ? അവരൊക്കെ പറയും 3 കെട്ടുക. 3 കെട്ടലല്ല, ഒന്നിനെ കെട്ടിയാൽ അത് ഒഴിവാക്കാതിരിക്കുക, അഥവാ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കുക. അങ്ങനെ 3 ചാൻസ് നൽകുക, അതാ മുത്തലാഖ്. അത് നിങ്ങൾ എടുത്തു കളഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീരസ്യം പറഞ്ഞ് ഒരു സമുദായത്തിൻ്റെ ഒരു ന്യൂനപക്ഷി വീണ് കിടക്കുന്ന മരത്തിന്മേൽ പാഞ്ഞുകാരി അഭ്യാസം കാണിക്കുന്നതാണ് ഇവിടുത്തെ ഈ സംഘപരിവാർ ശക്തികൾ. ഇവരെ ഭയന്നുകൊണ്ടും സമുദായത്തെ ആർജവത്തോടുകൂടി ഈ നയിക്കുന്നതിന് പകരം ഈ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ അങ്ങേയറ്റ അപലപനീയമായ പ്രസ്താവം. അദ്ദേഹം അത് പിൻവലിച്ച് ഇസ്ലാമിക സമൂഹത്തോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. എനിക്ക് ഈ സമൂഹത്തെ ഇതുപോലത്തെയുള്ള വളരെ പ്രയാസകരമായ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നയിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് അദ്ദേഹം പോട്ടെ. വേറെ ആൾക്കാരുണ്ടാവും, ആൺകുട്ടികൾ. അതുകൊണ്ട് അതിനെപ്പറ്റി അതാ പറയാനുള്ളത്. ഞാൻ ചോദിക്കുന്നില്ല, അബ്ദുള്ളയുടെ പ്രതികരണത്തോട് ഒന്ന് താങ്കളൊന്ന് പ്രതികരിച്ചാൽ നല്ലത്. അല്ല, ഇത് ബഹുമാനപ്പെട്ട ഒരു പ്രസ്താവന എങ്ങനെ അപലപനീയമാകുന്നു എന്നാണ് ശ്രീ അബ്ദുള്ള പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് സാദിഖ് അലി തങ്ങളോട്, അല്ലെങ്കിൽ തങ്ങൾ കുടുംബത്തോട്, പാണക്കാട് കുടുംബത്തോട് വളരെയധികം ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറയുന്ന പ്രസ്താവന അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട പ്രസ്താവന നടത്തിയിരിക്കുന്ന ആള് ആ സ്ഥാനത്ത് രാജിവെച്ച് പോകണം, വേറെ ആൺകുട്ടികളുണ്ട് ഇവിടെ എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ അബ്ദുള്ള മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം 3 വിഷയങ്ങൾ ഇവിടെ ഉദ്ധരിച്ചു. അതിലൊന്ന് മുത്തലാഖും, മറ്റൊന്ന് ആർട്ടിക്കിൾ 370യും, മൂന്നാമതൊന്ന് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസുമാണ്. ഈ 3 കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ആരാണ് ശ്രീ അബ്ദുള്ള? ഈ 3 കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായതാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ് ഈ ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം നിലനിൽക്കുന്നതാണ് എന്നാണ് പരമോന്നത നീതിപീഠം കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ അയോധ്യ വിഷയത്തിലായിക്കോട്ടെ, ആ വിഷയത്തിൽ എടുത്തിരിക്കുന്ന തീർപ്പിനെതിരെ റിവ്യൂ ഉണ്ടായി. ആ റിവ്യൂ ഹാജരാക്കപ്പെട്ടപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് പകുതി കക്ഷികൾ, ആ കേസിൽ ഒറിജിനലി കക്ഷികളല്ലാത്ത ആൾക്കാരായിരുന്നു. മറ്റുള്ള ആൾക്കാരും അതിൽ റിവ്യൂവിന് പോയി. ആ റിവ്യൂ എല്ലാം തള്ളുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഫൈനാലിറ്റി എത്തിയിരിക്കുന്ന വിധികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്. നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം ഫൈനാലിറ്റി എത്തുകയും അതിനെ ചലഞ്ച് ചെയ്യാനുള്ള എല്ലാ ലീഗൽ അവന്യൂസും തീരുകയും ചെയ്തത് ശേഷം
പിന്നീട് ആ തീരുമാനത്തിനെ അംഗീകരിക്കുക എന്നുള്ളത് ഈ നാട്ടിലുള്ള ജനാധിപത്യ വ്യവസ്ഥയെ, നീതിന്യായ വ്യവസ്ഥയൊക്കെ തന്നെ അംഗീകരിക്കുന്ന ഏതൊരു പൗരനും ചെയ്യേണ്ടതാണ്. അപ്പൊ അത് തന്നെയാണ് ഒരുപക്ഷെ ഇവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒക്കേഷനാണ്. അത് പറയുന്നതിന്റെ കാരണം അതിന്റെ ഒരു സുപ്രീം കോടതിയുടെ തീരുമാനം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇരുപക്ഷത്തും നടക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവിടെ ഉണ്ടാവുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോ നമുക്കറിയാവുന്നതുപോലെ ഈ കേസിലെ ഒറിജിനൽ പെറ്റീഷണർ, മുസ്ലിം ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി പോലും ആ കേസിൽ ഒരു തീർപ്പുണ്ടായ ശേഷം താൻ ഇനി അതിനെ ചലഞ്ച് ചെയ്യാനില്ല എന്നും ആ വിധിയെ താൻ അംഗീകരിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് പിന്മാറിയ ആളാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കേസ് കൊടുത്തിരിക്കുന്ന ആളിനോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെ കൂടി പ്രതിനിധീകരിക്കുന്ന പാണക്കാട് തങ്ങൾക്കോ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ശ്രീ ഒ അബ്ദുള്ളക്കുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം ഇവിടെ ഈ കേസ് കൊടുത്തിരിക്കുന്ന ആളിനില്ലാത്ത ഒരു പ്രശ്നം, അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രശ്നം, മുസ്ലിം വിഭാഗത്തിന് പൊതുവെ ഇല്ലാത്ത ഒരു പ്രശ്നം ശ്രീ ഒ അബ്ദുള്ളയുടെ മാത്രം പ്രശ്നമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നില്ല എന്നാണോ? നേരത്തെ ഈ പറഞ്ഞതുപോലെ എല്ലാം ബഹുമാനിക്കേണ്ടതായതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യത്തെയും അദ്ദേഹം അപലപിക്കുന്നു എന്നാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം ഇതിനെയൊക്കെ തന്നെ ഒരു മുസ്ലിം വിഷയമായിട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് നിലനിന്നിരുന്ന ചില ആൾക്കാരുടെ സവിശേഷമായിട്ടുള്ള അധികാരങ്ങൾ കൊണ്ട് അല്ല എങ്കിൽ താങ്കൾ വിശദീകരിച്ച ശേഷം ഞാൻ പറയാം. സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ലെങ്കിൽ അങ്ങ് പറയൂ. അല്ല എങ്കിൽ അങ്ങ് പറയൂ, സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നില്ല എന്നാണോ മാനിക്കുന്നുണ്ടോ? അല്ല, നീതിന്യായ വ്യവസ്ഥയൊന്നും മാനിക്കുന്നില്ലേ ഒ അബ്ദുള്ള? ശ്രീ പണിക്കർ ചോദിക്കുന്നതാണ്. താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അല്ല, താങ്കൾ എഴുതൂ, ഞാൻ വായിക്കാം. ഈ നീതിന്യായ വ്യവസ്ഥയെ ഈ കാര്യത്തിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല? ഞാൻ അത് അംഗീകരിക്കരുത്, അത് അനുസരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞോ? അല്ല, അതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞതിന്റെ ഉള്ളടക്കം അതാണല്ലോ. അംഗീകരിക്കുന്നുണ്ട്. ഇവിടുത്തെ കോടതി എന്ത് പറഞ്ഞാലും അനുസരിക്കും, ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. ആരാ ഇതിന് സുപ്രീം കോടതി പറഞ്ഞാലും അനുസരിക്കും. പക്ഷേ എന്തിന് ചർച്ചയ്ക്ക് നിങ്ങൾ വെക്കുന്നത്? സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ചർച്ചയ്ക്ക് വെക്കുന്നത്? ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും. സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചർച്ചയ്ക്ക് വെക്കേണ്ട എന്ത് കാര്യം? അപ്പോൾ അത് ചർച്ചയ്ക്ക് വെക്കുന്നു, മുത്തലാക്ക് മറ്റേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. സുപ്രീം കോടതിയെ പോലും വേണ്ടത്ര രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്താ തെറ്റ്? അതിനർത്ഥം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല, ഇന്ത്യയുടെ അതിർത്തി അംഗീകരിക്കുന്നില്ല. ഞങ്ങളെന്താ പറഞ്ഞ എഴുതാപ്പുറം വായിക്കരുത്. അല്ല, അപ്പോൾ താങ്കൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഈ വിധി തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്? മനസ്സിലായില്ല, എനിക്കത് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു കൃത്യത വരുത്താം. ആർട്ടിക്കിൾ 370 മുത്തലാഖും അയോധ്യ വിധിയുമാണ് താങ്കൾ പറഞ്ഞത്. ഇത് മൂന്നിലും താങ്കൾ അംഗീകരിക്കുന്നില്ല, വിധിയോട് വിയോജിക്കുന്നു എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 370 എനിക്ക് ഞാൻ അന്ന് ചാനൽ ചർച്ചയിൽ അന്ന് പറഞ്ഞതാണ്. ഞാൻ പറയട്ടെ, താങ്കൾ അല്പസമയം കൊണ്ടാണ്. 370 എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല ജമ്മു കാശ്മീർ. അതാദ്യം മനസ്സിലാക്കുക. ജമ്മു കാശ്മീർ സ്വതന്ത്രമായ ഒരു രാജ്യമായിരുന്നു. അവർ ഇന്ത്യയോട് ലയിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2-3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഞങ്ങളുടെ ഭരണത്തലവനെ സദറെ റിയാസത്ത്, മുഖ്യമന്ത്രി എന്നല്ല, സദറെ റിയാസത്ത് എന്ന് വിളിക്കാനുള്ള അനുവാദം വേണം. ആർക്കും അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരാവശ്യമാണ്. 2, ഞങ്ങൾ ഈ 370 ഉള്ളടക്കാം. ഞങ്ങളുടെ ഈ ഭൂമി കശ്മീരിയത്ത് എന്ന് പറയുന്നു ഉറുദുവിൽ, കശ്മീരിയത്ത് അഥവാ ഞങ്ങൾ എന്തുകൊണ്ട് കാശ്മീരികളായോ ആ ഒന്ന് അത് നിലനിർത്താൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലെ ഭൂമി മറ്റുള്ളവർക്ക് വിൽക്കാൻ സമ്മതിക്കരുത്. 3, ഞങ്ങളെ പെൺകുട്ടികളെ പുറമുള്ളവർ വന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവരരുത്. ഇതാണ് അവരാവശ്യപ്പെട്ടത്. അതാണ് 370 വകുപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് എടുത്ത് കളഞ്ഞിട്ട് എന്താ കിട്ടാനുള്ളത്? ഇന്ത്യയുടെ ഇതര ഭാഗങ്ങൾക്ക് ബാധകമായത് നമുക്ക് ബാധകമല്ലേ, കാശ്മീരിന് ബാധകമല്ലേ എന്നൊക്കെ എങ്ങനെ വന്നിട്ട് ആൾക്കാർ പറയാ. അവര് ഇന്ത്യയോട് ലയിക്കാൻ വേണ്ടുമ്പോൾ പറഞ്ഞതായ ആ വ്യവസ്ഥ ആ വ്യവസ്ഥ പാലിക്കേണ്ടിണ്ടോ ഇല്ലേ? ഓ എന്താണ്? അല്ല, ഉള്ളില് നല്ല വിഷമമുണ്ട്, അതാണ് ഇപ്പൊ പുറത്ത് ചാടുന്നത്. അല്ല, ഈ പുറത്തുള്ള ആൾക്കാർ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളത് പറഞ്ഞില്ല. എന്റെ ഉള്ളിലുള്ളത് നേരത്തെ താങ്കൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ എന്നെ തന്നെ തെരഞ്ഞെടുക്കുന്നത്. 19 വയസ്സായി ഞാനല്ല, എത്ര നല്ല യുവാക്കൾ ഇവിടെ ഉണ്ട് സംസാരിക്കാൻ പറ്റിയ. അവരൊന്നും വിളിക്കില്ലല്ലോ. ഇവിടെ എതിരഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. RSSന് ഇടക്കാലത്ത് ഒരു ഭരണ അധികാരം കിട്ടി എന്ന് വെച്ച് ഞങ്ങളെല്ലാം വായ മൂടിക്കെട്ടി കളയാൻ നിങ്ങൾ വിചാരിക്കണ്ട.
ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് ഇതിനുള്ള അനുവാദം നൽകുന്നുണ്ട്. ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിക്കുന്നു, ഇന്ത്യയുടെ അതിർത്തി അംഗീകരിക്കുന്നു, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനിച്ചതിൽ അഭിമാനിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു വിഭാഗം RSS തീവ്രവാദികൾ ഇതിനെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി, രാമരാജ്യം എന്നൊക്കെ പേരിട്ടുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ട് മറ്റ് ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും അവരടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ അവസാനത്തെ ശ്വാസം വരെ പൊരുതും. അല്ല, പക്ഷെ കോടതി ഈ പറഞ്ഞ RSSന്റെ കോടതി അല്ലല്ലോ. കോടതിയല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തിരിക്കുന്നത് ഓക്കെയാണ്, മുത്തലാഖ് നിരോധനം കുഴപ്പമില്ല, അയോധ്യ വിധി കറക്റ്റാണ്, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് കോടതി RSSന്റെ കോടതി അല്ലെങ്കിലും കോടതിയിലേക്ക് ജഡ്ജിമാരെ നിൽക്കുന്നതൊക്കെ അല്ല. കോടതി സുപ്രീം കോടതിയിലെ ഒരു വിധി പ്രസ്താവം, ബാബരി മസ്ജിദ് സംഭവത്തിൽ ഒരു വിധി പ്രസ്താവം നടന്നതിന് നേരെ പിറ്റേന്ന് സുപ്രീം ഇദ്ദേഹം ജഡ്ജി ഒഴിവാകുക, റിട്ടയർഡ് ആകുക, നേരെ പിറ്റേന്ന് അയാൾ എവിടെ കണ്ടത്, പ്രത്യക്ഷപ്പെട്ടത്? BJPയുടെ പ്രതിനിധി ആയിക്കൊണ്ട് രാജ്യസഭയിലല്ലേ? രാജ്യസഭയിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെ? തലേ ദിവസം അവസാനത്തെ രാഷ്ട്രപതിയുടെ നോമിനേറ്റഡ് ആണ്. ഓ, എങ്ങനെ? രാഷ്ട്രപതിയുടെ നോമിനേറ്റഡ് കഴിഞ്ഞാലോ എന്തോ ആവട്ടെ. ഇതൊക്കെ ഇത്തരം അല്ല, സച്ചിൻ തെണ്ടുൽക്കർ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് രണ്ടുപേർക്ക് അറിയുന്ന കാര്യത്തിനെ പറ്റി അല്ല ചർച്ച ചെയ്യേണ്ട. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ലേ, കാശ്മീരി പെൺകുട്ടികൾ ഒരു പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടാവും. അത് ഞാൻ പറയട്ടെ, വിശദീകരിക്കട്ടെ. പൊളിറ്റിക്കൽ സയൻസിൽ ചില അസാധാരണമായ കഴിവുള്ളതായ വിദ്യാഭ്യാസം, നമ്മൾ PT ഉഷ വലിയ ദക്ഷിണാശാലി ആയതുകൊണ്ടോ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടാ കായിക രംഗത്തിന് ഒരു പ്രതിനിധി, അങ്ങനെ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ അതിൽ വകുപ്പുണ്ട്. ആ വകുപ്പനുസരിച്ച് തിരഞ്ഞെടുത്തതാണ്. താങ്കൾ എന്തിനാ അതിയായ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അപ്പൊ ലീഗൽ ലൂമിനറിയും പറ്റുമല്ലോ, ലീഗൽ ലൂമിനറി രഞ്ജൻ ഗൊഗോയ് അതല്ലേ? അതെ, എങ്ങനെ എല്ലാ മേഖലകളിൽ പലരെയും നമ്മൾ കണ്ടല്ലോ പിറ്റേ ദിവസം രാജ്യസഭയില്. അതെ, എന്തുകൊണ്ടാണ് എല്ലാ മേഖലയിലും തലേ ദിവസം സുപ്രീം കോടതിയിൽ ലീഗൽ ലൂമിനറി ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയിയെ നോമിനേറ്റ് ചെയ്തു അല്ലേ? പോലെ അല്ല അല്ല അതോടൊപ്പം അതിൽ പലതും അടങ്ങിയതാ, ഒരു വാക്കിലൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്തരക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ പരിസരത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ളതായ നിങ്ങളുടെ ഒരു ഗൂഢാലോചനയാണ് അതിനൊക്കെ പിന്നെ പ്രവർത്തിക്കുന്നത്. ആരെ ടെണ്ടുൽക്കറിന്റേതും അങ്ങനെയാണോ? ഇന്നൊന്നും എടുത്താൽ എന്താ രാജ്യസഭയിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹം? അങ്ങ് ഈ പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർ കേട്ടാ പോരാ, ഇന്ത്യയിലുള്ള എല്ലാവരും കേൾക്കണം. അങ്ങ് രാജ്യസഭയിൽ വരണമെന്ന് എന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കേൾക്കണം, അവരൊന്ന് ചിരിച്ചോട്ടെ. അല്ല, നമ്മളിങ്ങനെ ബലം പിടിച്ചുകൊണ്ട് തന്നെ വേണ്ടല്ലോ ഈ ചർച്ച. ഒന്ന് ചിരിക്കും ചെയ്യാലോ നമുക്ക് അതിന്റെ ഇടയിൽ. അതെ, ഓ തമാശ പറഞ്ഞാണ്. ഓക്കെ, ശ്രീത്തെ തുടരാം. ശ്രീത്ത് പറയട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായ കാര്യമാണ്. ആ കാര്യം നോക്കുന്ന സമയത്ത് നേരത്തെ ശ്രീ അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന പല ബാക്ക്ഗ്രൗണ്ടും അതിനുണ്ട് എങ്കിലും അതുമൂലം കാശ്മീരിലുള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ മൗലികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ യൂണിയൻ പാസ്സാക്കുന്ന പല തീരുമാനങ്ങളും ജമ്മു കാശ്മീരിന് ബാധകമാകണമെങ്കിൽ ജമ്മു കാശ്മീരിലെ അസംബ്ലിയുടെ എക്സ്പ്രസ് ആയിട്ടുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്താണെന്ന് തോന്നുന്നു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികവും സൗജന്യവുമാക്കി മാറ്റുന്ന സമയത്ത് പോലും കാശ്മീരിൽ അത് അംഗീകരിക്കപ്പെട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ 5ാം ക്ലാസ്സിൽ നിർബന്ധമായും അല്ലെങ്കിൽ 5-6 വയസ്സുകളിൽ നിർബന്ധമായിട്ടും 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ കാശ്മീരിലെ കുട്ടികൾക്ക് അത് നിർബന്ധമായിരുന്നില്ല. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിലുള്ള സ്ത്രീകൾ വിവാഹം കഴിച്ച് പുറത്തേക്ക് പോകാം, പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെയുള്ള സ്വത്തിൽ അവകാശം നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള ചില നിയമങ്ങൾ. ഈ നിയമങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാക്കി നടപ്പാക്കേണ്ടുന്നതല്ല എന്നുള്ള ബോധ്യം കോടതിക്കും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു തീരുമാനം അംഗീകരിക്കപ്പെട്ടത്. തന്നെയുമല്ല, ശ്രീ അബ്ദുള്ള പറയുന്നത് പോലെയല്ല, ആർട്ടിക്കിൾ 370 അവിടെ കൊണ്ടുവരുന്ന സമയത്ത് അത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു വകുപ്പ് എന്ന രീതിയിലായിരുന്നില്ല, താൽക്കാലികമായിട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഭരണത്തിലുണ്ടായിരുന്ന ആർക്കും തന്നെ അതിനെ ഒരു പെർമനന്റ് ക്ലോസ് എന്ന രീതിയിലത്തേക്ക് കൊണ്ടുപോവുക എന്നതല്ലാതെ അത് താൽക്കാലികമായതുകൊണ്ട് അതിനൊരു കാലപരിധി നിശ്ചയിക്കുന്നതിനോ അതിനെ റിവ്യൂ ചെയ്യുന്നതിനോ ആൾക്കാർ തയ്യാറായിരുന്നില്ല. അതിനുള്ള ഒരു അവസരം വന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ആ സർക്കാർ ഇത് ചെയ്തു, അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ വളരെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലെയിം കേവലം മതവിശ്വാസം എന്നതിനപ്പുറത്തേക്ക്
ആചാര പദ്ധതികൾ അവിടെ ഏത് കാലത്ത് മുതൽ ഏത് കാലത്ത് വരെ തുടർന്നിരുന്നു എന്നുള്ളതിനെ പറ്റിയും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളുടെ രേഖകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ വെച്ചിട്ടാണെങ്കിലും അവിടെ കൃത്യമായിട്ടുള്ള തെളിവ് കോടതിയുടെ മുന്നിൽ കാണിച്ചതുകൊണ്ടും കോടതി അത് ബോധിപ്പിക്കാൻ സാധിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ നേരത്തെ ഈ പറഞ്ഞ ആർക്കിയോളജിക്കൽ സർവേയുടെ പഠനം എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമായിട്ടും ചരിത്രപരമായും കൂടിയുള്ള തെളിവുകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അയോധ്യ കേസിൽ വിധി ഉണ്ടാകുന്നത്. നമ്മളിപ്പോ ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മുത്തലാഖുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് വളരെ വലിയ രീതിയിലുള്ള സ്ത്രീകൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവർ അന്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം അവർക്ക് പ്രത്യേകിച്ച് അതിന്റെ ഇരയാക്കപ്പെടുന്ന മാത്രമായിട്ടുള്ള ഒരു സാഹചര്യം എന്നത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് 370 എന്ന് പറയുന്നത് ക്ഷമിക്കണം മുത്തലാഖ് എന്ന് പറയുന്നത് ചാലഞ്ച് ചെയ്യപ്പെടുകയും അത് റദ്ദാവുകയും ഒക്കെ തന്നെ ചെയ്തത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പൊതുവായിട്ടുള്ള നീതി വ്യവസ്ഥയോടൊപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള 3 പരിഷ്കാരങ്ങൾ ഉണ്ടാവുകയും അതിനെ കോടതി മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കൾ പറയാം? അതൊക്കെ പലതവണ ചർച്ച ചെയ്തതല്ലേ? താങ്കൾ തന്നെ പറഞ്ഞു ഇത് സുപ്രീം കോടതി തീരുമാനിച്ച വിഷയമാണ്. ചർച്ചാ വിഷയം മുത്തലാഖ് അല്ല. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. അല്ല അല്ല മനസ്സിലാക്കി എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താന്ന് വഴിതിരിച്ചു വിടണ്ട. സുപ്രീം കോടതി പറഞ്ഞതേ അറിയുള്ളൂ. എനിക്ക് സുപ്രീം കോടതി പറഞ്ഞതേ അറിയുള്ളൂ. താങ്കൾക്ക് എന്താ? ഞാനൊരു മതപണ്ഡിതനല്ല സാർ. അത് പറയും എന്താ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഈ നാട്ടിലുള്ള നീതിന്യായ വ്യവസ്ഥ പറഞ്ഞ കാര്യമാണ്. ഞാൻ മതപണ്ഡിതനാണ്. ആയിക്കോട്ടെ, താങ്കളെക്കാൾ വലിയ അവിടെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പണ്ഡിതൻ മാത്രമല്ല, താങ്കൾ ഒരു ഫനറ്റിക് കൂടിയാണ്. ഞാൻ മതപണ്ഡിതനാണ്. താങ്കൾ പറയും മുത്തലാഖ് എന്താണ്? അല്ല, തള്ളിപ്പോയിന്നേ. എന്താണ് മുത്തലാഖ്? എന്തായാലും ഇപ്പൊ ഞാൻ താങ്കളെ മുത്തലാഖ് പുളിയും പോയി, പശു ചത്തു മോരിലെ പുളിയും പോയി, പിന്നെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? പശു ചത്തു മോരിലെ പുളിയും പോയി. ഏത് പോര്? ഇന്ത്യയിൽ മോരില്ല, ഇന്ത്യയിൽ മോരില്ല, വിദേശത്ത് പണ്ടേ ഉണ്ടായിരുന്ന മോരും കൂടി തീർന്നു. എനിക്കറിയാം, പറയൂല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. മുത്തലാഖ് എന്താന്ന് ഞാൻ പറയാം. ഒരു മിനിറ്റ് ഞാൻ പറയാം. പറയാത്തോണ്ടല്ലേ താങ്കൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടു. ആവശ്യപ്പെട്ടപ്പോ ഞാനത് വഴങ്ങി. ഞാൻ സംസാരിക്കുമ്പോ താങ്കൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ റേഡിയോ പറഞ്ഞതുപോലെ മതപണ്ഡിതനാണ്, 80 വയസ്സ് പ്രായമുണ്ട്, ഒരല്പം ക്ഷമയും സഹിഷ്ണുതയും നല്ല മൂല്യങ്ങളാണ്. ആ കാര്യത്തിലെങ്കിലും ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളുടെ കാര്യത്തിനെ അപലപനീയമായി കാണാതെ ഇരിക്കും. അത്രയെങ്കിലും ഒരു സഹനശക്തി താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകും. നല്ലൊരു ജീവിത പങ്കാളിയുണ്ട്. അതെ, അതൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ ശ്രീ അബ്ദുള്ള? ശ്രീ അബ്ദുള്ള, അതൊക്കെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യമല്ലേ? താങ്കൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് തലാഖ് ഉപയോഗിക്കേണ്ടി വരുന്നില്ല, വളരെ സുഖകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം, നല്ല കാര്യമല്ലേ? എന്തോ എന്താണ് പറഞ്ഞോളൂ, താങ്കളുടെ അവസരല്ലേ, താങ്കളുടെ അവസരല്ലേ, പറഞ്ഞോളൂ എന്ന് പറയാം. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ വളരെ സുഖലോലുപതയിൽ കഴിയുന്ന താങ്കൾക്കുണ്ടായാൽ അത് നന്നായിരിക്കും, നല്ല ക്വാളിറ്റി ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഈ നിയമങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന ഈ പാനലിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആളാണ് താങ്കൾ. താങ്കളല്ലേ മാന്യത പുലർത്തേണ്ടത്? മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടത് താങ്കളല്ലേ? താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിച്ചാൽ ഇതിന്റെ ഒരു സ്മൂത്ത്നെസ്സിനെ അതിനെ ബാധിക്കുകയാണ്. പ്ലീസ് താങ്കൾ ഒന്ന് സഹകരിക്കുക ദയവേത്, പ്ലീസ്. ഓക്കെ ശ്രീജിത്തെ, എനിക്ക് ആദ്യ ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഒന്ന് ഇത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ഇപ്പോ ശ്രീ തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായവുമായി ബന്ധപ്പെടുത്തി മാത്രം നോക്കിയാൽ തന്നെ നമ്മുടെ നാട്ടിലെ കോടതി തീരുമാനിച്ചിരിക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ കേവലം മതവിശ്വാസത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടല്ല, ചരിത്രപരമായിട്ടുള്ള ആ വസ്തുക്കളുടെ തെളിവുകൾ, അതേപോലെ തന്നെ ചരിത്രപരമായിട്ട് ആരാധന നടന്നു എന്നതിന്റെ തെളിവുകൾ, ശാസ്ത്രീയമായിട്ടുള്ള പഠനം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭൂമി അവിടെ ഹിന്ദു പക്ഷത്തിന് അവാർഡ് ചെയ്യുന്നതും അവിടെ സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം ആ ക്ഷേത്രം അവിടെ പൂർത്തീകരിക്കുന്നതും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. ആ നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള സമാധാനകാംക്ഷികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നിരീക്ഷണവുമാണ്. അപ്പൊ അതിനെ പോലും അപലപനീയമാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ
ശ്രീ ഒ അബ്ദുള്ള തന്നെ പറഞ്ഞത് കോടതിയൊക്കെ ഇന്ത്യയുടേതാണ് എങ്കിലും അവിടുത്തെ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് ആരാണ്, പിന്നീട് ജഡ്ജിമാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ആ വിധിയെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രീ ഒ അബ്ദുള്ള ഈ വിഷയത്തിൽ എന്ത് കരുതുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻസിഗ്നിഫിക്കന്റ് ആണ്. അതിന് യാതൊരു പ്രസക്തിയുമില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് വിശ്വസിച്ച് തുടരാം. പക്ഷേ ഈ നാട്ടിലുള്ള ആൾക്കാർ ഇവിടുത്തെ മതസാഹോദര്യം, ഇവിടുത്തെ സത്യം തുടങ്ങിയ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ വിധികളിലെല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയുന്നത്. യെസ്, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, നമ്മുടെ നാട്ടിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ പോലും പ്രശ്നമാണ്. ഇന്നലെ നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ പ്രമുഖമായ മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തു കേട്ടോ. 1 മണിക്കൂർ നീണ്ട ചർച്ച. ഞാനിവിടെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ ഈ മീനാക്ഷി ലേഖിയുടെ ആ ഒരു തളിയിൽ നടന്ന സംഭവമല്ലേ പറയുന്നത്. അപ്പോ ഇതില് ഈ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നതൊക്കെ പ്രശ്നമാണ് പണ്ടേ ഇവർക്ക്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ വിറളി പിടിച്ചിരിക്കുകയാണ് എല്ലാ കൂട്ടരും. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ കോ പാനലിസ്റ്റ് ആയിട്ടുള്ള അബ്ദുള്ള ജി പറഞ്ഞെന്താണ്, നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യത്ത് 2 നിയമങ്ങൾ ഉള്ള സ്റ്റേറ്റുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭൂഷണമാണെന്ന് കരുതുന്ന ഒരാൾ ഒന്നാം തരം വിഘടനവാദിയാണ്. അതിലെന്താ സംശയമുള്ളത്? ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കശ്മീർ എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുകയും അതാണ് സത്യവും. പക്ഷെ അതിൽ പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് ആരും വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ഇത് ശരിയ ലോ ആണ്, ശരിയ നിയമം അല്ലെങ്കിൽ ശരീഅത്ത് എന്ന് പറയുന്ന നിയമമാണ്. ഇസ്ലാം ഒരു ഡെമോക്രസിയിലേക്ക് കടന്നാൽ പോലും കള്ളത്തരം പറയല്ലേ. ഞാൻ കാശ്മീരികൾ പറഞ്ഞതാ, കള്ളത്തരം പറയല്ലേ. അവര് വ്യവസ്ഥ ഇന്ത്യയോട് ലയിക്കണമെങ്കിൽ പറഞ്ഞിട്ടില്ല. അനാവശ്യ തോന്നിയാസം പറഞ്ഞ് ഞാൻ ശ്രീ ഒ അബ്ദുള്ളയുടെ ശബ്ദം നല്ലത്. ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. അദ്ദേഹത്തിന് ഊഴമാവുമ്പോൾ അതിലേക്ക് പോവാം. യെസ്, അല്ല, ഇതിൽ അബ്ദുള്ള പറഞ്ഞത് അപകടം എന്താണെന്ന് വെച്ചാൽ കശ്മീരികൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം കശ്മീർ എന്നത് ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് ഇയാൾ പറയേണ്ടി വരുന്നുണ്ട്. ഒന്നാം തരം വിഘടനവാദമാണ് പറയുന്നത്, ശുദ്ധ തെമ്മാടിത്തരമാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഈ പ്രായം 80 വയസ്സായി. ഈ വീഞ്ഞിന്റെ വീര്യം കൂടുന്ന് പറഞ്ഞാൽ ജിഹാദി 80 വയസ്സാകുമ്പോഴേക്ക് അവൻ ബിൻ ലാദന്റെ അപ്പൂപ്പനാവുകയാണ്. അതൊക്കെ മഹലിൽ കടന്നിട്ട് തലവത്തേക്ക് നിന്നിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി. ഒരു ചാനലിൽ നിന്നിട്ട് പറയാൻ പാടില്ല, രാജ്യത്തിനെതിരെ പറയാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡത, സോവറിറ്റി ഓഫ് ദ നേഷൻ എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. മഹല്ല് കമ്മിറ്റിയിൽ മൊയ്ലിയാരോട് വർത്താൻ പറഞ്ഞ ഒരു ചാനലിൽ വന്നിട്ട് പറയരുത്. കശ്മീരിലെ ജനത പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് ആണുങ്ങൾ വന്നിട്ട് വേറെ ഇവിടുത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇത് എന്ത് നിയമമാണ്? ഇന്ത്യയിൽ ഒരു നിയമമേ പാടുള്ളൂ. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഭരണോട് കുറച്ച് ബാക്കി വെച്ചോളൂ. അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ ഇതാണ്, രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡാണ് വരാൻ പോകുന്നത്. അപ്പൊ പൊള്ളലിൽ കുറച്ചുകൂടി മരുന്ന് ബാക്കി വെക്കണം കേട്ടോ. അബ്ദുള്ള ഇപ്പോഴേ തീർക്കരുത്, ഭരണോടൊക്കെ തേച്ച് തീർക്കരുത്. അപ്പോ ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അഖണ്ഡത എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഇവർ RSS പറയും. RSS ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാജ്യത്തിന് ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ദ സോവറിറ്റി ഓഫ് ദ നേഷൻ, അതായത് രാജ്യത്തിന്റെ അഖണ്ഡത എന്ന പദത്തെ വളരെ വളരെ ശക്തമായ അടിവരയിട്ട് പറയുന്ന ഒന്നാണ്. അപ്പൊ അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ രാജ്യം എന്റെ അമ്മയാണെന്ന് ചിന്തിക്കുന്ന വൈദികമായ സങ്കല്പമാണ്. ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, അഥർവവേദത്തിലുള്ളതാണ്. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ ഭൂമി എന്റെ അമ്മയാണ്, ഞാൻ അവിടുത്തെ പുത്രനാണെന്ന് സങ്കല്പിക്കുന്ന മാതൃപുത്ര ബന്ധം ഭൂമിയായിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് പാരമ്പര്യമായിട്ട് വൈദിക കാലഘട്ടത്തിൽ മുതലുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് നമ്മൾ ജീവിക്കുന്ന, നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്ന, വിഭവങ്ങൾ തരുന്ന, നമുക്ക് സമാധാനപരമായ ജീവിതം ഉറപ്പാക്കുന്ന ഈ രാജ്യത്തെ അമ്മയായി കാണുക എന്നുള്ളത് അടിസ്ഥാനപരമായി ഏതൊരു ഭാരതീയന്റെ സങ്കല്പമാണ്. ഇപ്പൊ ഇസ്ലാമിൽ തന്നെ ഇവർക്ക് മുലകുടി പരിശം എന്നൊരു ചടങ്ങുണ്ട്. അറിയാത്തവർ അറിഞ്ഞോട്ട് വെച്ച് പറയാണ്. മുലകുടി പരിശം അതായത് ഒരാൾ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ അമ്മയായിട്ട് കാണണമെന്നാണ് ചെറുപ്പത്തിൽ തന്നെ. ഇനി അപ്പൊ അതിൽ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, 18 വയസ്സുകാരനായ ഒരാൾ എന്തോന്ന് കാണിച്ചപ്പോ പിന്നെ പ്രവാചകൻ അയാളോട് പറയുന്നുണ്ട് നീ അവളുടെ മുല കുടിക്കാൻ. അപ്പൊ അവള് അല്ല, നിങ്ങൾ ടെക്നിക്കൽ ടീം ശരിയില്ല, ഓഫാക്കി പിന്നെയും ഓണായി പോയെന്ന് തോന്നുന്നു. ശബ്ദം പുറത്തു വരുന്നുണ്ട്. അമർത്തി ഞെക്കാൻ പറയും. അതായത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് പിന്നെ മുലകുടി പരിശീലന ഒരു പരിപാടി ഉണ്ട് അവർക്ക്. അതായത് ചെറുപ്പത്തിലെ ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ പിന്നെ ആരൊക്കെ മുല കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ അമ്മമാരാണ്.
അപ്പോൾ അവരൊക്കെ ഉമ്മമാരെന്നാ വിളിക്കുന്നത്, ഉമ്മമാരായിട്ടാണ് കാണേണ്ടത്. 18 വയസ്സുള്ള ഒരുത്തിന് എന്തൊരു കുരുത്തക്കേട് കാണിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ആ പെൺകുട്ടി ആ സ്ത്രീയുടെ മുല കുടിക്കാൻ 18 വയസ്സുള്ളപ്പോ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു അയ്യോ അതിന് 18 വയസ്സായില്ല, അതിനൊരു കുഴപ്പമില്ലെന്നാ പറഞ്ഞു. പക്ഷെ 18 28 38 ഒരു സ്ത്രീയുടെ മുല കുടിക്കാനുള്ള ഒരു സാഹചര്യം വന്നാൽ മുല കുടിച്ചാൽ പിന്നെ മുല കുടിച്ച ശേഷം അവിടെ അമ്മയെ കണ്ടാൽ മതി. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജനിച്ചവർക്ക് ഈ രാജ്യത്തെ ഒരു അമ്മയായി കാണാൻ മുലകുടി പരസ്യം പോലെ തന്നെ ഒരു സംഗതി ഉണ്ടെന്ന് ഇസ്ലാമിലെ ആളുകൾ ഇപ്പോഴും ബോധ്യമായിട്ടില്ല. അവർക്ക് ഈ മുലകുടി പരസ്യത്തിനുള്ള ഉമ്മ വിളി മാത്രമേ ഉള്ളൂ. അത് മാത്രം പോരാ. ഈ ഭാരതാംബ എന്ന് പറഞ്ഞ പ്രശ്നമെങ്കിൽ ഭാരത ഉമ്മ എന്ന് വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഈ ഭാരതാംബ എന്നോ അല്ലെങ്കിൽ വന്ദേ മാതരം എന്ന് പറഞ്ഞ പ്രശ്നമെങ്കിൽ പിന്നെ ഭാരത ഉമ്മ എന്ന് വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ പറയുന്നതിന് അർത്ഥം ശരിയ നിയമത്തിൽ ഞാൻ 3-4 കാര്യങ്ങൾ ഞാൻ പറയാം. ശരിയ നിയമപ്രകാരം ഒരു മുസ്ലിം സ്ത്രീയെ ഒരു അമുസ്ലിം പുരുഷൻ വിവാഹം ചെയ്യാൻ പാടില്ല. അവന്റെ പണിഷ്മെന്റ് കൊല്ലണം എന്നാണ്. പണിഷ്മെന്റ് ബൈ ഡെത്ത് ആണ് ശരിയ ലോയിൽ പറയുന്നത്. ഇവരാണ് ഡെമോക്രസിയെ ചോദ്യം ചെയ്യുന്നത്. അതിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആണ് കശ്മീരിൽ നടക്കുന്നത്. കശ്മീരിൽ ഓൾറെഡി ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പെൺകുട്ടികളെ ഇതര സംസ്ഥാനങ്ങളിലെ ആളുകൾ കച്ചവടത്തിനോ മറ്റോ വന്നാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ ഇസ്ലാമിക ജനസംഖ്യയെ ശിഥിലമാക്കുമെന്നുള്ള വളരെ അടിസ്ഥാനപരമായ ശരിയ നിയമത്തിന്റെ ഒരു അടിച്ചേൽപ്പിക്കലാണ് കശ്മീരിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെ രാജ്യത്തിന്റെ നിയമത്തിന്റെ ഫോൾഡിലേക്ക് കൊണ്ടുവരികയാണ് പിന്നെ ഈ BJP സർക്കാർ ശ്രമം മൂലം ചെയ്തിരിക്കുന്നത്. അതാണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ ഇസ്ലാമിലുള്ള ഒരു പെൺകുട്ടിയെ അമുസ്ലിം ഒരാൾ കല്യാണം കഴിച്ചാൽ അയാളെ കൊല്ലണം എന്നുള്ളതാണ് ശരിയ നിയമം. ഇങ്ങനെ പ്രാകൃതമായ കാടൻ നിയമങ്ങൾ ആയിരക്കണക്കിന് നിറഞ്ഞതാണ് ശരിയ നിയമം. ആ ശരിയ നിയമത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും രാജ്യത്തിന് സുപ്രീം കോടതിക്കെതിരെ പോലും സംശയം ഉന്നയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി മലയാളത്തിൽ ഭീകരവാദം പറയുന്നവരാണ് ഇവർ. അറബിയിൽ പറയുന്ന വേറെ ആയത്തുള്ള ഖൊമൈനി, പിന്നെ ഇദ്ദേഹത്തിന്റെ നമ്മുടെ അബ്ദുള്ള സാഹിബിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള അൽ ഖർദാവി, ഖത്തറിൽ ജീവിച്ചിരുന്ന അൽ ഖർദാവി, ഇയാളൊക്കെ അവരൊക്കെ ജിഹാദ് എന്നൊരു പുസ്തകമുണ്ട് അൽ ഖർദാവിയുടെ, എടുത്ത് വായിക്കണം. ജിഹാദ് അത് ഇവരുടെ തന്നെ ഈ അബ്ദുള്ളയുടെയും സഹോദരൻ അബ്ദുൾ റഹ്മാന്റെ ഒക്കെ പിന്നെ പങ്കാളിത്തമുള്ള IPH ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പബ്ലിഷിംഗ് അവർ പ്രസിദ്ധീകരിക്കുന്ന അൽ ഖർദാവിയുടെ പുസ്തകം ജിഹാദ് വായിച്ചു നോക്കണം. അതൊക്കെ എപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെടുന്നു, ഇപ്പോഴും ജനങ്ങൾ വായിക്കപ്പെടുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. അതിനെപ്പറ്റിയൊന്നും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറല്ല. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിചാരധാരയെ പറ്റി മാത്രമാണ്. അവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ശരിയ നിയമത്തിലേക്ക് രാജ്യത്തെ കൊണ്ടു കെട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 370 പിന്നെ റിപ്പീൽ ചെയ്തിന്റെ കാര്യം പറയുന്നത്, അല്ലെങ്കിൽ അയോധ്യ വിധി പറയുന്നത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂട്ടി പറയുന്നത്. ഇപ്പോൾ ഗ്യാൻവാപ്പിയില് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവെ കളിയാക്കി പറയല്ലോ, നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കൂടെ നിൽക്കുന്ന AP ഉസ്താദിന്റെ മകൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ശബരിമലയും ഇളക്കി നോക്കേണ്ടി വരും, അതിന്റെ അടിയിൽ ബൗദ്ധ ക്ഷേത്രം കാണാമെന്ന്. ബുദ്ധമതത്തിന്റെ അടിസ്ഥാനപരമായ സങ്കല്പം, ബുദ്ധന്റെ സങ്കല്പം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയ്ക്ക് കടകവിരുദ്ധമാണ്. വിഗ്രഹാരാധനയെ പൂർണ്ണമായി എതിർത്താണ് ബുദ്ധന്റെ സങ്കല്പം. അങ്ങനെയെങ്കിൽ ആ ബുദ്ധന്റെ പ്രതിമ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് തച്ചു തകർക്കുന്നത് ബുദ്ധമതത്തെ സഹായിക്കലല്ലേ എന്ന് തിരിച്ചു ചോദിക്കാമല്ലോ വക്രബുദ്ധിയിൽ. ബുദ്ധമതം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയ്ക്ക് വിരുദ്ധമായ സങ്കല്പങ്ങൾ ആദ്യം കൊണ്ടുവന്ന മതമാണ്. പിന്നീട് ഹീനയാനത്തിൽ തന്ത്രവും ആരാധനയൊക്കെ ബുദ്ധൻ പ്രചരിപ്പിച്ചിരുന്ന ബുദ്ധമതം എന്ന് പറയുന്നത് എല്ലാത്തരം വിഗ്രഹാരാധനയ്ക്കും ഐക്കണോക്ലാസം പ്രചരിപ്പിച്ചിരുന്നത്, അതായത് വിഗ്രഹങ്ങൾ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിരുന്ന മതമാണ്. ആ ബുദ്ധന്റെ വിഗ്രഹം ശബരിമലക്കടിയിൽ കാണുന്ന എന്താണ് ഉറപ്പ്? അല്ലെ ഉണ്ടെങ്കിൽ തന്നെ അത് ബുദ്ധമതത്തിന് വിരുദ്ധമല്ലേ? ഹിന്ദുമതത്തിൽ വിഗ്രഹാരാധന ഉണ്ട്, പണ്ടേ ഉണ്ട്. വിഗ്രഹത്തിലൂടെ ആരാധിക്കുന്ന പതിവുണ്ട്. അതെന്താണ് തെറ്റ്? അപ്പൊ ഇവിടെ വൈവിധ്യത്തെ തകർക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പ്ലൂറലിസത്തെ അല്ലെങ്കിൽ പ്ലൂറലിസ്റ്റിക് സമൂഹത്തെ ഇല്ലാതാക്കുക. ഇസ്ലാമിന്, സെമിറ്റിക് മതങ്ങൾക്ക് വിശേഷിച്ചും ഇസ്ലാമിന് ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സമൂഹത്തിൽ, ബഹുസ്വരതയുള്ള സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് കഷ്ടപ്പാടാണ്, ഒരു സംശയമില്ല. അവർക്ക് ഡെമോക്രസി എന്ന് പറയുന്നത് ശരിയ നിയമത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെമോഗ്രാഫിക്സ്, അതായത് പോപ്പുലേഷനെ വളരെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഇത്ര വോട്ട് സൃഷ്ടിച്ചുകൊണ്ട്, കഠിനാധ്വാനത്തിലൂടെ വോട്ട് സൃഷ്ടിച്ചുകൊണ്ട് എല്ലായിടത്തും അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഒരു തവണ അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ശരിയ നിയമം കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാം ലോകത്ത് മുഴുവൻ കാണിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലായിടത്തും ജനസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഡെമോക്രസിയെ സമർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന ഭാവേന നിന്നുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനസംഖ്യ 35% മേലെയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ coup d'etat എന്ന് പറയുന്ന പോലെ അട്ടിമറി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അട്ടിമറി കൊണ്ടുവന്നിട്ട് അവിടെ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറി കൊണ്ടുവന്ന് ഇസ്ലാമിക നിയമം കൊണ്ടുവരിക. പിന്നെ സ്ത്രീകൾക്ക്
ഈ ഡ്രൈവിംഗ് ചെയ്യാൻ, വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. ശരിയ നിയമത്തിലുണ്ട് സ്ത്രീകൾ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല, സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല. അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് നടക്കുന്ന താലിബാൻ ഭരണത്തെയാണ് അബ്ദുള്ള സാഹിബ് ഏറ്റവും മികച്ച രാജ്യഭരണമെന്ന് മാതൃകയാക്കുന്നത്. അതായത് നമുക്കറിയാം, പിന്നെ ഒരു പെൺകുട്ടി സ്വാത്ത് താഴ്വരയിൽ സ്കൂളിൽ പോയതിന്റെ പേരിൽ, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ കഞ്ചാവ് കടത്തിയതിന്റെ പേരിലല്ല, മലദ്വാരത്തിൽ സ്വർണം കടത്തിയതിന്റെ പേരിലല്ല, ഒരു കുട്ടി സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് പോയതിന്റെ പേരിലാണ് താലിബാൻ തീവ്രവാദികൾ അവരുടെ തലയ്ക്ക് വെടിവെച്ചത്. എന്നിട്ട് അപ്പൊ ഡെമോക്രസിയെ ഡെമോഗ്രഫി കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് ശരിയ നിയമത്തിലേക്ക് കൂട്ടിക്കെട്ടുന്നത് വരെ ഇവർ സമാധാനം പറയും. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക, ഞാൻ ഇന്നുണ്ട് നാളെ ഉണ്ടായിക്കോണമെന്നില്ല, ഇവരൊക്കെ ജീവിക്കുന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഉള്ളത് പറയാം, ഇവരെന്തെങ്കിലും ജനാധിപത്യത്തിന് ബാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അധികാരം പിടിച്ചെടുത്ത ശേഷം ശരിയാ നിയമം കൊണ്ടുവരിക, താലിബാൻ ഭരണം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശം. ലോകത്തെവിടെയുള്ള ഇസ്ലാമിക ഭരണം നോക്കിയാലും അത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഓക്കെ.